അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ലേൺ അറബിക് വിത്ത് മിന്ന സലം എന്ന യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് UKG ക്ലാസ്സിൻ്റെ പാർട്ട് 1 കിതാബാണ്. പാർട്ട് 1-ലെ 8ാമത്തെ പാഠഭാഗമാണ്. അദ്ദറസു സാമിനു ദാലുൻ ദറബുൻ ദർബുൻ. ദർബുൻ എന്താണ്? വലിയ ഗേറ്റ്. ദാല് ദാല് ദാല്. ദാ ദി ദു ദ് ദുൻ. ദ അ ബ ദ അ ബ. ഉ ദി ബ ഉദിബ. അ ഹ ദുൻ അഹദുൻ. വാക്കുകൾ നോക്ക്. ദർബുൻ, ദ അ ബ, ഉദിബ, അഹദുൻ. വാക്കുകൾ മനസ്സിലായല്ലോ. അപ്പോൾ ദാലെന്ന അക്ഷരമാണ് നമ്മളിന്ന് പഠിച്ചത്. അക്ഷരം എഴുതി ഇവിടെ ഒട്ടിക്കുക. അടുത്തത് ദാലിൻ്റെ മഹ്റജ് നോക്കാം നമുക്ക്. ദാലിൻ്റെ ഉച്ചാരണ സ്ഥാനം നാവിൻ്റെ പുച്ഛവും മുൻപല്ലുകളുടെ ചുവടുമാണ്. അപ്പോൾ ദാൽ എന്ന പാഠത്തിൻ്റെ ആക്ടിവിറ്റിയിലേക്ക് പോകാം. ദാല് ദ ദി ദു ദ് ദുൻ. കോപ്പി ചെയ്ത് എഴുതാനാണ്. അടുത്തത് ഉറക്കെ വായിക്കാം. അലിഫ്, ബ, ത, സ, ജീമ്, ഹ, ഖ, ദാൽ. ഇത്രയും അക്ഷരങ്ങളാണ് നമ്മൾ ഇതുവരെ പഠിച്ചത്. അപ്പോൾ ഇനി അടുത്ത ആക്ടിവിറ്റി നോക്കി. വൃക്ഷത്തിലെ അക്ഷരപ്പഴങ്ങൾ പറിച്ച് കുട്ടയിലാക്കാം. ഈ വൃക്ഷത്തിൽ കുറേ പഴങ്ങളുണ്ട്. ആ അക്ഷരപ്പഴങ്ങളെല്ലാം പറിച്ച് കറക്റ്റ് ഓർഡറിൽ ഈ കുട്ടയിൽ നിരത്തി വെക്കുക. ആദ്യത്തെ അക്ഷരം ഏതാണ്? അലിഫ്. അലിഫ് എടുത്ത് ഇവിടെ എഴുതുക. അടുത്ത അക്ഷരം ഏതാണ്? ബ. ബ എഴുതുക. അടുത്തത് ത. ത എഴുതുക. പിന്നീട് എന്താണ്? സ. സ എഴുതുക. പിന്നീട് വരുന്നത് ജീമ്. ജീമ്. ഇനി ഹ. ഹ. അടുത്തത് ഹ. ഹ. പിന്നീട് ഏതക്ഷരം? ദാല്. നമ്മളിപ്പോൾ പഠിച്ചതല്ലേ. അപ്പോൾ ദാലും കൂടി എഴുതി കഴിയുമ്പോൾ പഴക്കുട്ടകളെല്ലാം നിറയും അല്ലേ. ഇനി അടുത്ത ചോദ്യം നോക്കൂ. യോജിച്ച അക്ഷരങ്ങൾ കൊണ്ട് പൂരിപ്പിക്കാം. ഇവിടെ കുറച്ച് അക്ഷരങ്ങൾ വിട്ടുപോയിട്ടുണ്ട്. ആ അക്ഷരങ്ങൾ കൂടി ചേർന്നാൽ മാത്രമേ വാക്കുകൾ പൂർണ്ണമാവുകയുള്ളൂ. അപ്പോൾ ഏതൊക്കെ അക്ഷരങ്ങളാണ് വിട്ടുപോയത്? ഡാഷ് ദ ബുൻ. ഡാഷ് ദ ബുൻ. അദബുൻ. 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 ഉബിത. ഉബിത. ഡാഷ് വറുൻ. ദൗറുൻ. ഉ ഡാഷ് തുൻ. ഒഹത്തുൻ. ഇത് തെറ്റാണ്. ഒഹത്തുനാണ് ഇവിടെ വേർഡ് കേട്ടോ. ജ ഡാഷ് ബുൻ. ജ ഡാഷ് ബുൻ. ജബബുൻ. ബ ആണ് ഇവിടെ വരുന്നത്. ഉ ഡാഷ് ദു. ഉ ഡാഷ് ദു. ഉ ബ് ദു. ഉബ്ദു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഇനി നമുക്ക് അടുത്ത പാഠത്തിലേക്ക് പോകാം. അദ്ദറസു താസിഉ പാഠം 9. റാല്. റാലുൻ. റനബുൻ. റനബുൻ. റനബുൻ എന്താണ്? വാല്. റാല് റാല് റാല്. റാ റി റു ഇർ റുൻ. റനബുൻ. റനബുൻ. റിബ്ഹുൻ. റിബ്ഹുൻ. ജബറുൻ. ജബറുൻ. വാക്കുകളൊന്നും കൂടി നോക്കൂ. റനബുൻ. റനബുൻ. റിബ്ഹുൻ. ജബറുൻ. അക്ഷരത്തിൻ്റെ ചിത്രം ഒട്ടിക്കുക. അടുത്തത് ദാലിൻ്റെ ഉച്ചാരണ സ്ഥാനം നാക്കിൻ്റെയും മുൻപല്ലുകളുടെയും പുച്ഛങ്ങളാണ്. പുച്ഛങ്ങളെന്ന് വെച്ചാൽ അറ്റങ്ങൾ. അറ്റങ്ങളാണ് ദാലിൻ്റെ ഉച്ചാരണ സ്ഥാനം. ഇനി നമുക്ക് ആക്ടിവിറ്റി നോക്കാം. പകർത്തി എഴുതാം. ദാല് റ റി റു ഇർ റുൻ. ഉറക്കെ വായിക്കാം. ഇതുവരെ പഠിച്ച അക്ഷരങ്ങളെല്ലാം ഉറക്കെ വായിക്കുക. അലിഫ്, ബ, ത, സ, ജീമ്, ഹ, ഖ, ദാല്, റാല്. ഇനി അടുത്തത് എന്താ? നമ്പർ നോക്കി ക്രമമായി എഴുതാം. അപ്പോൾ നമ്പർ തെറ്റിച്ചാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ അക്ഷരങ്ങളും തെറ്റിയാണ് കിടക്കുന്നത്. അപ്പോൾ ഈ നമ്പർ നോക്കി അക്ഷരങ്ങൾ കൃത്യമായി എഴുതുക. മനസ്സിലായോ എങ്ങനെയാണെന്ന്? കൃത്യമായ രീതിയിൽ ഇതുവരെ പഠിച്ച അക്ഷരങ്ങൾ എഴുതി വെച്ചാൽ കൃത്യമായി നമുക്ക് എഴുതാൻ കഴിയും. അടുത്തത് നിറം നൽകാം. ദാൽ എന്ന അക്ഷരം ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ ആ ദാൽ എന്ന അക്ഷരത്തിന് തന്നിട്ടുള്ള നിറം നൽകുക.
ആദ്യത്തേത് ഗ്രീൻ കളറാണ് കൊടുത്തിരിക്കുന്നത്, അപ്പോൾ പച്ച നിറം കൊണ്ട് ഫില്ല് ചെയ്യുക. അടുത്തത് ബ്ലൂ കളറാണ്, അപ്പോൾ നീല നിറം കൊണ്ട് ഫില്ല് ചെയ്യുക. അടുത്തത് റെഡ് കളറാണ്, അപ്പോൾ റെഡ് കളർ കൊണ്ട് ആ അക്ഷരം ഫില്ല് ചെയ്യുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ പേജിലുള്ളത്. ഇനി നമുക്ക് അടുത്ത പാഠത്തിലേക്ക് പോകാം. അദ്ദർസ് ആഷിറു, പാഠം 10. റാ റബബുൻ. റബബുൻ റബബുൻ എന്താണ്? റബബുൻ എന്താണ്? മിനറൽ വാട്ടർ അല്ലേ? റാ 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 റി റു ദുർ റുൻ. റജബുൻ. റജബുൻ. റിബഹുൻ. റിബഹുൻ. റുത്ബുൻ. റുത്ബുൻ. ഇവിടെ റാഇൻ്റെ അക്ഷരം എഴുതി ഒട്ടിക്കുക. അടുത്തത് റാഇൻ്റെ ഉച്ചാരണ സ്ഥാനം കണ്ടെത്താം. നാവിൻ്റെ പുച്ഛത്തിൻ്റെ പുറവും മേൽ മുൻപല്ലുകളുടെ ഊനുമാണ് റാഇൻ്റെ ഉച്ചാരണ സ്ഥാനം. മനസ്സിലായല്ലോ? ഇനി നമുക്ക് ആക്ടിവിറ്റി നോക്കാം. പകർത്തി എഴുതാം. റാ റാ റി റു ദുർ റുൻ. ഇത് താഴേക്ക് എഴുതുക. ഉറക്കെ വായിക്കാം. അലിഫ്, ദാല്, ഹാ, സാ, ജീമ്, റാ, താ, ദാല്, ബ, ഹ. ഇപ്രാവശ്യം ഓർഡർ തെറ്റിച്ചാണ് തന്നിട്ടുള്ളതല്ലേ? അപ്പോൾ ഇങ്ങനെ തരുന്നത് കൊണ്ടുള്ള ഗുണം എന്താണെന്നറിയോ? മറ്റേ നമ്മളൊരു പാട്ട് പഠിച്ചു വെച്ചിരിക്കുന്ന കണക്ക് കാണാപ്പാടം അങ്ങ് വായിച്ചു പോകും അല്ലേ? ഇങ്ങനെ തന്നാൽ ഓരോ അക്ഷരവും ഏതാണെന്ന് മനസ്സിലാക്കി വായിക്കാൻ നമ്മളെ കൊണ്ട് കഴിയും. അതുകൊണ്ട് ഈ രീതിയിൽ പ്രാക്ടീസ് ചെയ്യുക. പഠിച്ച അക്ഷരങ്ങൾ ഓർത്തെടുത്ത് എഴുതാം. ഇതുവരെ പഠിച്ച അക്ഷരങ്ങളെല്ലാം ഓർത്തെടുത്ത് ഈ കോളത്തിൽ ഫില്ല് ചെയ്യുക. അടുത്തത് യോജിച്ച അക്ഷരങ്ങൾ കൊണ്ട് പൂരിപ്പിക്കാം. ഡാഷ് റുൻ. ദർബുൻ. നമ്മൾ ദർബുൻ പഠിച്ചായിരുന്നല്ലേ? അടുത്ത എന്താ? ഡാഷ് ബഹുൻ. റിബഹുൻ. ഡാഷ് നബുൻ. റനബുൻ. അടുത്തത് ഡാഷ് അബ. ദഅബ. ഡാഷ് ജബുൻ. റജബുൻ. ഡാഷ് ദുൻ. അഹദുൻ. അപ്പോൾ കൃത്യമായി ഉത്തരങ്ങൾ കണ്ടെത്തി എഴുതുക. ഓക്കെ, ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇതോടുകൂടി ഇന്നത്തെ പാഠഭാഗം അവസാനിക്കുകയാണ്. ഇനി നമുക്ക് അടുത്ത പാഠവുമായി കാണും വരെ മഅസ്സലാമ.